നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ നിയന്ത്രിക്കും. നിത്യയ്ക്കും ഇപ്പൊ ജോലിയുണ്ടല്ലോ. ഇവളുടെ ശമ്പളം കൂടി ആവുമ്പോ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. എന്റെ ശമ്പളം മുഴുവനൊന്നും തരാൻ പറ്റില്ല. എന്താ സാധിക്കാത്ത? ദേവികയുടെ 1 വർഷത്തെ ശമ്പളം അമ്മ അഡ്വാൻസ് വാങ്ങിച്ചു. വാങ്ങിച്ചെങ്കിലേ അത് എന്റെ മെടുക്ക്. ഞാൻ ആ കാശ് പുഴുങ്ങി തിന്നിട്ടൊന്നുമില്ല. ഈ വീട്ടിലെ ചെലവിനുള്ളത് തന്നെയാ. ഇനി ആ കാശ് എന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഞാനങ്ങ് തന്നേക്കാം. ഒരാൾ ജോലി ചെയ്യുന്ന കാശ് അവരുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അമ്മയെ കാശും കൊടുത്ത അതൊന്നും വേണ്ട അച്ഛാ. അത് ഈ വീട്ടിലെ ചെലവിന് വേണ്ടിയുള്ള കാശ. 6 ലക്ഷം രൂപയോ? അതിന്ന് ചെലവിന് കുറച്ച് പണം മാറ്റിയിട്ട് ബാക്കി പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാ നല്ലത്. അതൊന്നും പറ്റത്തില്ല. ചെലവിനുള്ളത് മാറ്റിയിട്ട് ബാക്കി ബാങ്കിലെ കടമടയ്ക്കണം. ഇല്ലെങ്കിലേ ജപ്തി ചെയ്യാനാണെന്നും പറഞ്ഞ് ബാങ്കുകാർ ഇനിയും ഇങ്ങോട്ട് കയറി വരും. നാട്ടുകാരുടെ മുന്നിൽ അത് നാണക്കേടും ആവും. മുത്തശ്ശി പറഞ്ഞത് ശരിയാ. ഹൗസിംഗ് ലോണിന്റെ കുറച്ച് പൈസ അതിൽ നിന്ന് അടയ്ക്കാം. ബാക്കി നമുക്ക് വീട്ടിലെ ചെലവുകൾക്ക് വേണ്ടി എടുക്കാം. വീട്ടിലെ ചെലവുകൾക്ക് അത്യാവശ്യം നിത്യയുടെ ശമ്പളം പോരെ? അത് പറ്റത്തില്ല. ഞാനിപ്പോ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. ജീവിതത്തിൽ എനിക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പൈസ എനിക്കും സമ്പാദിക്കണം. അതിനെനിക്കൊരു പുതിയ ചിട്ടി തുടങ്ങണം.